ഫ്രാക്ഷൻ. ഫസ്റ്റ് നമുക്ക് നമ്പർ സിസ്റ്റം ഒന്ന് നോക്കാം. ബേസിക്സ് ഒന്ന് നോക്കി പോയേക്കാം. അറിയാമല്ലോ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് അറിയായിരിക്കും. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഈവൻ നമ്പേഴ്സ്, ഓഡ്, പ്രൈം. പ്രൈം നമ്പേഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പേഴ്സിന്റെ കൺസെപ്റ്റ് അറിയാലോ അല്ലേ? പ്രൈം നമ്പേഴ്സ് ആകുമ്പോൾ അവർ ഫാക്ടേഴ്സ് വണ്ണും ആ പെർട്ടിക്കുലർ നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് പ്രൈം. ബാക്കിയെല്ലാം നാച്ചുറൽ ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം 1 തൊട്ട് ഇൻഫിനിറ്റി. ഹോൾ നമ്പർ ആകുമ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ആ ഒരു വ്യത്യാസം ഇതിലുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ കൺസെപ്റ്റിൽ വരുന്നത് കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക്കലി അവരുടെ കോമൺ ഫാക്ടർ 1 മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പേരിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, പ്രൈം അല്ലാതെ എല്ലാ നമ്പറും എന്നാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻഡിജേഴ്സ് അറിയാലോ, പോസിറ്റീവ്, നെഗറ്റീവ്, നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. പിന്നെ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിന്റെ ഒരു കൺസെപ്റ്റ്. ഇതിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കൺസെപ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യാം. പിന്നെ ഇതിലുള്ളത് റിയൽ നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇതില് ഓക്കെ, ഡിവിസിബിലിറ്റി ടെസ്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ? സോ നമുക്കറിയായിരിക്കും, ഇപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആവും. അല്ലെങ്കിൽ ആ നമ്പർ 2 ആയിട്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? ഫസ്റ്റ് നമ്മൾ ആ നമ്പറിന് സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. പിന്നെ എന്താണ്, സം ഓഫ് ഡിജിറ്റ്സ് 3 ആയിട്ട് ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. 4 ആകുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ആ നമ്പർ 4 ആയിട്ട് ഡിവിസിബിൾ ആണ്. 5 ആണെങ്കിൽ അറിയാലോ, ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5. 6 ആണെങ്കിൽ 6 എന്ന് പറയുമ്പോൾ 2 ഡിവിസിബിലിറ്റി റൂളുടെ കോമ്പിനേഷൻ 2 and 3. അപ്പോൾ 6 ആയിട്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ 2 ആയിട്ടും അതുപോലെ തന്നെ 3 ആയിട്ടും ഡിവിസിബിൾ ആവണം കേട്ടോ. 7ന്റെ ആണ് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സോ 875 നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ? സോ 5 into 2 10. എന്നിട്ട് ആ റിമൈനിങ് നമ്പറിനെയും പ്രോഡക്റ്റ് നമ്മൾ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് 7 ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പർ 7ന്റെ ഡിവിസിബിൾ ആണ്. ഡിവിസിബിലിറ്റി ഫോളോ ചെയ്യും കേട്ടോ. അപ്പൊ അത് ഇച്ചിരി ഡിഫറെന്റ് ആണ്. 8 എന്ന് പറയുമ്പോൾ 4ന്റെ നമ്മൾ എന്താ പഠിച്ചത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ആണോ നോക്കാം. 8 ആകുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 ആയിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും കേട്ടോ. 9 ആണെങ്കിൽ ഓൾമോസ്റ്റ് 3 പോലെ തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ആ സം ഓഫ് ഡിജിറ്റ്സ് 9 ആയിട്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാം കേട്ടോ. 10 ആണെങ്കിൽ കൺസെപ്റ്റ് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 0 ആണ്. 11 ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് അറിയാം. ഈവൻ പൊസിഷനും ഓഡ് പൊസിഷനും ഡിജിറ്റ്സിനെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഡിഫറൻസ് രണ്ട് രീതിയിൽ വരണം. ഒന്ന് 0 ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പ്ലേസ് ആയാലേ നമുക്ക് അവിടെ ആൻസർ ചെയ്യും. അല്ലെങ്കിൽ ആ നമ്പർ 11ന്റെ ഡിവിസിബിൾ ആവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ആ ഡിവിസിബിലിറ്റി റൂളിനകത്ത് നമുക്കുള്ളത്. പിന്നെ തിയറം ഓഫ് ഡിവിസിബിലിറ്റി. ഓക്കെ, പിന്നെ ഇതിലുള്ള സിംപ്ലിഫിക്കേഷൻ നമ്മുടെ ബോർഡ് മാസ് റൂൾ അല്ലെ? ഈ ബോർഡ് മാസ് റൂൾ. അപ്പൊ അത് നമുക്കറിയാം, ബ്രാക്കറ്റ്സിനെ പറ്റി 3 ടൈപ്പ് ബ്രാക്കറ്റ്സ് ഉണ്ട് അല്ലെ? 3 വരുവാണെങ്കിൽ ഏത് പ്രയോറിറ്റി ഓർഡർ വെച്ച് പോകണം എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. പിന്നെ ഉള്ളത് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഐഡന്റിറ്റീസ് ആണ്. ഇതിലും അത്യാവശ്യം നോർമലി നമുക്ക് 2-3 ഐഡന്റിറ്റീസ് എന്തായാലും പല ക്വസ്റ്റ്യൻസ് ആവശ്യം വരുന്ന കുറച്ച് ഐഡന്റിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ തിയറിറ്റിക്കൽ പാർട്ട്. ബാക്കി നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം, ഒരു ക്ലാരിറ്റി കിട്ടും. ഇൻ ദ സെൻസ് ഈ ടോപ്പിക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്താലോ? എനിക്ക് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കരുത്. സം ഓഫ് ഡിജിറ്റ്സ് of a number 10 raised to n minus 1 where n is a natural number is equal to 3798. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്.
നമുക്ക് ക്യാൻസർ കിട്ടുമോ ചെക്ക് ചെയ്ത് തരാം. എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നത്. എൻ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നാച്ചുറൽ നമ്പർ പറഞ്ഞത് 1 വെച്ച് സ്റ്റാർട്ട്. അപ്പൊ എന്നിന് 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി എന്നിന് 2 കൊടുക്കുവാണെങ്കിൽ 10² - 1 എത്രയാ? 3 കൊടുക്കുവാണെങ്കിലോ 10³ - 1 എത്രയാ? ട്രിപ്പിൾ. അല്ല, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും അത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് n⁻n - 1 ഈക്വൽ ടു എന്താ? 9 into n എന്ന് പറയും. അപ്പൊ എന്നിന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു അല്ലെ, അതിന്റെ 9 ടൈംസ് ആയിരിക്കും ശരിക്കും വരുന്ന കാര്യം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 9⁻n is equal to 1 എന്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 3798. സോ n എന്തായിരിക്കണം? ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9 4 36, 9 2 18, 2 8. ഓക്കെ, എന്നിന്റെ വാല്യൂ എത്ര വരുന്നുണ്ട്? ഓപ്ഷൻ ബി വരുന്നുണ്ട് 4. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയോ എന്ന് നോക്കിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് മൂവ് ചെയ്താലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. 3 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് നമ്പർ ആണ് പ്രൈം? ഏത് നമ്പർ പ്രൈം ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഒന്ന് ചെക്ക് ചെയ്യുക സ്റ്റുഡൻസ്, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, പ്രൈം ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവരെ ഫാക്ടറൈസ് ചെയ്ത് നോക്കും, ഒരു കോമൺ ടേംസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഫാക്ടറൈസേഷൻ ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് നോക്കുവാണെങ്കിൽ തന്നെ ഏതാണ് പ്രൈം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ചെറിയ പണിയുണ്ട് ഇതില്. പറഞ്ഞേക്കാം. 437 നമുക്ക് ഇങ്ങനെ എഴുതാം. 1 into 19 into 23 ആണ് 437. അപ്പൊ ടെക്നിക്കലി ഇതിന് 3 മൾട്ടിപ്പിൾസ് അല്ലെ. അപ്പോ ഇത് പ്രൈം നമ്പർ ആണോ? അല്ല, കാരണം ഇതിൽ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾസ് ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. സോ ഒബ്വിയസ്ലി ഇതല്ല. 797 പ്രത്യേകത വെച്ചാൽ അതിന് 2 ഫാക്ടറേ ഉള്ളൂ, 1ഉം 797. അപ്പൊ ഇത് ഉറപ്പായിട്ട് ഒരു പ്രൈം കേട്ടോ. പക്ഷെ 1073 ഒരു പ്രശ്നമുണ്ട്, അതിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് 1 into 29 into 37 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ടെക്നിക്കലി പ്രൈം നമ്പറിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് ആ നമ്പറും 1ഉം മാത്രമേ. അപ്പൊ ആ ഒരു റൂൾ ഒബേ ചെയ്യുന്നത് 797. ഇപ്പൊ എത്ര നമ്പേഴ്സ് പ്രൈം ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. ഒരു നമ്പർ മാത്രമേ ആ ഒരു ലോജിക്ക് ഫോളോ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടിയോന്ന് സ്റ്റുഡൻസ് നോക്കിയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫോർത്ത് വൺ ഒന്ന് ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് 1080 പെർഫെക്റ്റ്? 1080 എത്ര ഫാക്ടേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാം സ്റ്റുഡൻസ്. ഓപ്ഷൻസ് ഉണ്ട്. 4 6 8 5 ആണ് അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയേക്കോ. അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാൻ അറിയാമല്ലോ അല്ലെ. 2 വെച്ച് നോക്കാം, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. കോമൺ ഫാക്ടേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 1080 നമുക്ക് ഇങ്ങനെ എഴുതാം. 2³ ഇൻറ്റു 3³ ഇൻറ്റു 5 അല്ലെ? ആ, ആൻസർ വന്നിട്ടുണ്ട് അല്ലെ? 4 ഫാക്ടേഴ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. സോ ഇവരെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഈവൻ പവർ വേണം അല്ലെ? ഈവൻ പവർ വന്നാലേ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ നമുക്കൊരു രണ്ട് ഈവൻ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2⁻0 അല്ലെ? 2⁻0 ഇവിടെ ഓക്കെയാ. 2⁻2 നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ? അപ്പൊ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. 0 അല്ലെങ്കിൽ 2 ഏത് കൊടുത്താലും ഇവിടെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. പിന്നെ 3ക്ക് നമ്മൾ 3 സ്ക്വയർ കൊടുക്കുവാണെങ്കിലും 3 സ്ക്വയർ 9, അപ്പൊ അതൊരു പെർഫെക്റ്റ്. ഓക്കെ, വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ആ, പിന്നെ നോക്കി ഇവിടെ 5⁻1. ഇതിനെ നമ്മൾ 0 കൊടുക്കുവാണെങ്കിലോ? 5⁻0 എന്താ? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അതും ഓക്കെയാണ്. അപ്പൊ ഇവിടെ 4 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ 4 കേസസിൽ നമുക്ക് എന്ത് കിട്ടാം? 4 ഫാക്ടേഴ്സിൽ നമുക്ക് ഉറപ്പായിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആൻസർ കറക്റ്റ് ആയിരുന്നു. 4 ആണ് ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഒരു എക്സ്പ്രഷൻ തന്നേക്കോ. ഒരു എക്സ്പ്രഷൻ 5⁻2n മൈനസ് 2⁻3n ഹാസ് എ ഫാക്ടർ. ഇതിന്റെ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു. ഓക്കെ, ഇതിനകത്ത് വാല്യൂ പുട്ടിങ് ചെയ്യാം. ഇങ്ങനെ ഒരു വാല്യൂ ഇട്ട് നോക്കുക. അതിൽ നിന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യത. ചെക്ക് ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്താലോ? ഞാൻ പറയാം, ഇനി നമ്മളൊരു വാല്യൂ ഇട്ട് നോക്കുന്നു. 0 ഇടണം, അതെല്ലാം 0 ആയിപ്പോ. അപ്പൊ നമുക്ക് 1 ഒന്ന് ഇട്ട് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇത് 5⁻2 മൈനസ് 2⁻3. 5⁻2 എത്രയാ? 25. 25 മൈനസ് 8 17 അല്ലെ? അപ്പൊ ഇന്ന് 1 ഇട്ടപ്പോ 17 വന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഒരു ഫാക്ടർ ഏതായിരിക്കണം? 17 ആയിരിക്കണം ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ആൻസർ എന്ത് വെക്കാം? 17 കേട്ടോ. ഒരു ക്ലാരിറ്റി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വാല്യൂ ഇട്ട് നോക്കാം. അവിടെ നമുക്ക് ഉറപ്പായിട്ടൊരു ക്ലാരിറ്റി കിട്ടാതിരിക്കില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത യൂണിറ്റ് ഡിജിറ്റിന്റെ കൺസെപ്റ്റ് ആണ്. യൂണിറ്റ് ഡിജിറ്റിന്റെ പ്രോഡക്റ്റ് 7⁻71 into 6⁻59 into 3⁻60. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ലോജിക് ഉണ്ട് അല്ലെ? നമുക്കറിയാം, ഇപ്പൊ 7ന്റെ ഇതിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് വരുന്ന കേസസ് ഒന്ന് നോക്കിയാണ്, അവരെ മാത്രം മാറ്റി നിർത്തുക. അവിടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ ചാൻസ്. നമുക്കൊരു ലോജിക് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ റേസ് ടു പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലെ? അതല്ലേ? അങ്ങനെയാണ് പഠിപ്പിച്ചത്. നോക്കണേ, 71 നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ഇതിന്റെ 68 വരെ ഓക്കെ കാര്യം അല്ലെ? കാരണം 68 ആയിരുന്നെങ്കിൽ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ അവിടെ വരെ ഓക്കെ. സോ ബാക്കി എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരാൻ അല്ലെ? അപ്പൊ ഇങ്ങനെ എഴുതാം, 7⁻71 നമുക്ക് 7⁻68 ഇൻറ്റു എന്ത് എഴുതാം? 7⁻3 അല്ലെ? ഓക്കെ, അതുപോലെ 6 ആണെങ്കിൽ 6⁻59 എങ്ങനെ എഴുതാം? 6⁻59 നമുക്കറിയാം, 6ന്റെ ഏത് പവർ ആണെങ്കിലും
നമുക്ക് എന്തേ തരുള്ളൂ, യൂണിറ്റ് ഡിജിറ്റ് 6 അല്ലേ തരുള്ളൂ അല്ലെ. 6 സ്ക്വയർ നോക്കിയാൽ എനിക്ക് 36, 6 ക്യൂബ് 216, 6 raised to 4 129. അപ്പൊ 6ന്റെ ഏത് പവർ വന്നാലും നമുക്ക് 6 തരാൻ പോകും കേട്ടോ. ഇനി 3 ആണെങ്കിലോ, 3 raised വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സെയിം 3യുടെ പവർ. അപ്പം പ്രൈം ആണെങ്കിൽ എല്ലാത്തിലും നമ്മൾ 4 വെച്ച് പവറിനെ ഡിവൈഡ് ചെയ്യും. 65നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 63 വരെ ഓക്കെ, സോറി 64 വരെ ഓക്കെ. റേസ്റ്റ് 1 മാത്രമേ പ്രശ്നം, 3 raised to 1 എടുക്കാം. അതായിരിക്കും നമുക്ക് ആ യൂണിറ്റ് ഡിജിറ്റ് അല്ലെ. ഇവരെ അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഓക്കെ. അപ്പൊ ഇവിടെ ടെക്നിക്കലി 7 ക്യൂബിന് നമുക്കറിയാം യൂണിറ്റ് ഡിജിറ്റ് എന്താണ്, യൂണിറ്റ് പ്ലേസ് എന്താ. 7 ക്യൂബ് 343, ഇവിടെ 3 വരും, ഇവിടെ ഒരു 6 ഓൾറെഡി, ഇവിടെ 3. ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക, 3 6 18, 18 3 54. യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും, ഓപ്ഷൻ സി വരും കേട്ടോ. ലോജിക് ഒക്കെയാണ്, പഠിച്ചതാണ്. പ്രൈം ആണെങ്കിൽ പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ടേംസ് വരില്ല, അതാണ് എക്സ്ട്രാ, അതിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കി ഒബ്വിയസ്ലി നമുക്കൊരു ത്രൂ ഔട്ട് ഡിവൈഡ് ആയിട്ട് പോകും, അതാണ് ലോജിക്ക് പറയുന്നത്. അപ്പൊ എക്സ്ട്രാ വരുന്ന മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ച കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ചെക്ക് ചെയ്ത്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യോ. യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് 127 raised to 170. ഇപ്പൊ നമ്മൾ പറഞ്ഞ ലോജിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തേക്കോ. ഇവിടെ 7 raised to അല്ലേ, അപ്പോ അല്ലെ 127 raised to ആകുമ്പോഴും യൂണിറ്റ് പ്ലേസ് 7, അപ്പൊ 7 raised to. അപ്പൊ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, എക്സ്ട്രാ വരുന്നതിന് മാത്രം കൺസിഡർ ചെയ്യുക കേട്ടോ. ചെയ്ത പോലെ ചെയ്യണം. ഓക്കെ, 9 അല്ലേ, കറക്റ്റ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതായിരുന്നു, 7 raised to 168 into 7. ഇവിടെ എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് വന്ന 7 square 49, അപ്പോ യൂണിറ്റ് പ്ലേസിൽ 9. ഓക്കെ, ആൻസർ ബി ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, അത് നമ്മുടെ ഡിവിസിബിലിറ്റിയുടെ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു 231228 to make it divisible by 30? ഈ നമ്പർ 33 വെച്ച് ഡിവിസിബിൾ ആക്കണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ ആഡ് ചെയ്യണം എന്നാണ് നമ്മളോട് ഫൈനലി ചോദിച്ചത്. അപ്പോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ, ഡിസ്കസ് ചെയ്യാം. ഡിവിസിബിലിറ്റി റൂൾ ഒന്ന് നോക്കിയാൽ ഇതിനെത്രേ ഉള്ളൂ. നമ്മള് 33 ഡിവിസിബിലിറ്റി റൂൾ നമുക്കറിയില്ല. 33നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 11 into 3 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പം ഡിവിസിബിലിറ്റി റൂൾ നോക്കാം 3ന്റെ. ഇത് ഈ നമ്പർ 3 ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. അങ്ങനെ ആവുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു ലോജിക്ക് നോക്കിയാണ്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇതിന്റെ ഡിവിസിബിലിറ്റി റൂൾ ഓർക്കുന്നുണ്ട്. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക, ആ സം ഓഫ് ഡിജിറ്റ്സ് 3 ആയിട്ട് ഡിവിസിബിൾ ആണോ നോക്കിയാണ്. ഇവിടെ ഒബ്വിയസ്ലി അത് ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്ത് ആഡ് ചെയ്താൽ അത് ഡിവിസിബിൾ ആവുന്നു. ഓക്കെ, ഉറപ്പായിട്ട് അത് തന്നെയായിരിക്കും ആൻസർ ആയിട്ട്. ഓക്കെ, ഓക്കെ ആവുകയാണെങ്കിൽ പിന്നെ 11 നോക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, ത്രീയുടെ എനിക്കൊന്ന് ഇവിടെ ത്രീയുടെ ഡിവിസിബിലിറ്റി ഓക്കെ ആവുന്നുണ്ട് അല്ലേ? 18 വരുന്നു അല്ലേ? അപ്പൊ പിന്നെ 11ന്റെ നോക്കേണ്ടത് വരുന്നില്ലായിരുന്നു, എളുപ്പമായിരുന്നു. അങ്ങനെയാണ് 11ന്റെ നോക്കാം അല്ലേ? അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു ഫീസ് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നോക്കി 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുവാണെങ്കിൽ ഓഡ് പൊസിഷനിൽ എന്തൊക്കെയുണ്ട്? 2 ഉണ്ട്, 1 ഉണ്ട്, 2 1 3 5 അല്ലേ? അപ്പോ 5 വരുന്നു അല്ലേ? ഓക്കെ, ഈവൻ പ്ലേസിൽ 3 2 8, അപ്പൊ 10 13. 13ന്ന് 5 കുറച്ച് എത്ര വരുന്നത്? 8 വരുന്നുള്ളൂ അല്ലേ? 8 വന്നാൽ ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ ഡിഫറൻസ്? 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അപ്പൊ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. 8ന് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 11 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 3 ആഡ് ചെയ്താൽ പോരെ. 3 ആഡ് ചെയ്താൽ 11. 11 എന്തായാലും ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ 3 ആഡ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. 18 പ്ലസ് 3 21, അത് 3 ആയിട്ട് ഡിവിസിബിൾ ആവും. ഓക്കെ, അപ്പൊ ക്ലിക്കായി 3 ആഡ് ചെയ്താലും ശരി കേട്ടോ. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. സി ആണ് കറക്റ്റ്. 3. ഓക്കെ, നമ്മൾ 3 ആഡ് ചെയ്താലും ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് ഷെഡ്യൂൾ ഓക്കെ ആണോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എം ഇഫ് ദ നമ്പേഴ്സ് n is equal to 90 into 42 into 324 into 55 is divisible by 3 raised to. എമ്മിന്റെ മാക്സിമം വാല്യൂ എത്ര വരും? ഇവിടെ നോക്കേണ്ടത് 3 റേസ് ടു എം ആയിട്ട് ഡിവിസിബിൾ ആവണം. അപ്പൊ ഇതിനകത്ത് 3യുടെ മൾട്ടിപ്പിൾസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഈ ഓരോ നമ്പറിൽ 3യുടെ മൾട്ടിപ്പിൾസ് കാണുമല്ലോ, അവരെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ബാക്കി എക്സ്ട്രാ വരുന്ന ഏതൊക്കെയാണ് നോക്കുക നമ്പേഴ്സ് അല്ലെ? അതിൽ നിന്ന് നമുക്ക് 3യുടെ എത്രയാണോ ഏറ്റവും വലിയ പവർ വരുന്നത് അതായിരിക്കും എമ്മിന്റെ മാക്സിമം വാല്യൂ അല്ലെ? അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഈ 90ന്ന് 3യുടെ പവേഴ്സ് എടുക്കുക. 42 എന്നുണ്ടെങ്കിൽ എടുക്കുക. 324 എടുക്കുക. 55 ഒബ്വിയസ്ലി ഇല്ലല്ലോ, അപ്പൊ അത് അപ്പോ റേസ് ടു എത്ര വരും നോക്കാം. അതിന് മാക്സിമം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അതാണ് അവര് എം ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കൺസെപ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ഇപ്പോ 19 എങ്ങനെ എഴുതാം? 9 into 10 എന്ന് എഴുതാം അല്ല? അപ്പൊ അതിനകത്ത് 3 സ്ക്വയർ ഉണ്ട്. 42നെ 14 into 342. അപ്പൊ ഇവിടെ 3 raised to 1. ഇവിടെ നിന്ന് ഒരു 3 എടുക്കാൻ പറ്റി. 324 നിന്നും 3 എടുക്കാം അല്ലെ? ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് ആദ്യം 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 108. ഒന്നുകൂടി 3 വെച്ച് ഡിവൈഡ് ചെയ്ത 36. ഒന്നുകൂടി 3 വെച്ച് പോയ 12. ഒന്നുകൂടി 3 വെച്ച് പോയ 4. അപ്പൊ ഇവിടെ നോക്കി 3 raised to 4 അല്ലെ? അപ്പൊ ഈ പവേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ബേസിക്കലി എന്താ? 3 raised to 7. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എമ്മിന്റെ മാക്സിമം വാല്യൂ ഒക്കെ എന്തേ വരുള്ളൂ? 7 അല്ലേ വരുള്ളൂ. എമ്മിന് നമുക്ക് മാക്സിമം 7 കൊടുക്കാം, കാരണം അത്രയും ടേമേ ഡിവിസിബിൾ ആവുള്ളൂ കേട്ടോ. അപ്പൊ ഫൈനൽ ആൻസർ ഇവിടെ 7 ആണ്. 7 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, കിട്ടിയോ നോക്കണേ.
ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്താലോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. if a positive integer leaves the remainder 28 when divided by 143, then what is the remainder obtained by dividing the same number by 3? വലിയ ടഫ് ക്വസ്റ്റ്യൻ അല്ല, ചെക്ക് ചെയ്തേക്കോ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈസിയാണ്. നമ്പർ ആദ്യം കണ്ടുപിടിക്കുക. ബേസിക്കലി നമ്പർ നമുക്ക് ഈസിലി കാണാമല്ലോ. നമ്പറിനെ നമ്മൾ 143 വെച്ച് ഡിവൈഡ് ചെയ്താൽ 28 ആണ് റിമൈൻഡർ. അല്ലേ? അപ്പോൾ 143 28 ആഡ് ചെയ്ത ടെക്നിക്കലി നമ്പർ ആയില്ലേ. പിന്നെ വാട്ട് ഇസ് റിമൈൻഡർ ഓഫ് ഡിവൈഡിങ് സെയിം നമ്പർ ബൈ 13. അപ്പൊ അതേ നമ്പർ 13 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ എന്നാണ് ചോദിച്ചത്. ചെക്ക് ചെയ്ത ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടുണ്ട്. 2 കറക്റ്റ്. ഓക്കെ, ഇതേ ലോജിക്ക് തന്നെ ഞാൻ പറഞ്ഞ 143+28 ആഡ് ചെയ്യാം. അപ്പൊ നമ്പർ കിട്ടി 171 വരും. 171 13 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര റിമൈൻഡർ? ആൻസർ കറക്റ്റ് ആണ്, ബി ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്താലോ. 13 ക്വസ്റ്റ്യൻ നോക്കാം. 7 raised to 10 minus 5 raised to 10 is divisible by. So ഇത് ഏത് നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണെന്നാണ് ചോദിച്ചത്.
ഓ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് 7 raised to 10 ഇങ്ങനെ എഴുതത്തില്ല, 7 raised to 5 the whole raised to 2, അതുപോലെ 5 raised to 10 എങ്ങനെ 5 raised to 2 the whole raised to 5 raised to 5 the whole raised to 2 അല്ലെ? ഓക്കെ, ഇനി ഇവരെ നമുക്ക് ഇങ്ങനെ എഴുതാറോ? അതായത് എന്താണ് ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇടയ്ക്ക് ഇതിപ്പോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമില്ല. അപ്പോ 7 raised to 5 പ്ലസ് 5 raised to 5 ഇൻറ്റു എന്താ 7 raised to 5 മൈനസ് 5 raised to 5 അല്ലെ? അപ്പോൾ നമ്മള് ഇതൊന്ന് സോൾവ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. 7 raised to 5 16,807 കിട്ടും. 5 അറിയാം, 13125. ഓക്കെ, നമ്മൾ ഇതിൽ ഒരു ടേം മാത്രമേ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്നത് 1993. ഓക്കെ, ഇൻറ്റു ഈ ഒരു ടേമും ഉണ്ട്. നമ്മൾ നോക്കേണ്ടത് ഏതുമായിട്ട് ഡിവിസിബിൾ ആണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് 5 എന്തായാലും വരുന്നില്ല. 7 പോസിബിൾ ആണോ? അല്ല. 10 പോസിബിൾ. 11 ഓബിയസ്ലി എന്താണ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ കേട്ടോ. ആൻസർ ഇവിടെ 11 ആയിരിക്കും വരും. ഓക്കെ, ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൗ മെനി പെയർ ഓഫ് എ ആൻഡ് ബി ആർ പോസിബിൾ ഇൻ നമ്പർ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് എ ബി അല്ലേ. ദ ഡിജിറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 9 ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഇസ് 1. നമ്പർ 9 ആയിട്ട് ഡിവിസിബിൾ ആണ്, ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഓടും ആയി. രണ്ട് നമ്പർ കൺസിഡറേഷൻ എടുക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്, എത്ര നമ്പർ ഓഫ് പെയർ പോസിബിൾ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോസിബിൾ നമ്പർ ഓഫ് പെയർ ആണ് ചോദിച്ചത്. ഒന്ന് ചെക്ക് ചെയ്തേര്, എന്നിട്ട് നമുക്ക് ഡിസ്കസ്. നല്ല ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ നോക്കി നമ്മൾ ഡിജിറ്റ്സ് എല്ലാം നോക്കുവാണെങ്കിൽ 479,865. അപ്പൊ ഇവിടെ നമ്മൾ ഇവരെ ആഡ് ചെയ്യണം, എ ബി അല്ലെ. 9 ഡിവിസിബിലിറ്റി റൂൾ അറിയാലോ, സം ഓഫ് ഡിജിറ്റ്സ് എടുക്കാം. ആ സം ഓഫ് ഡിജിറ്റ്സ് 9 ആയിട്ട് ഡിവിസിബിൾ ആണ്. ഇവരെല്ലാം ആഡ് ചെയ്യുമ്പോൾ 28, 34, 39 പ്ലസ് 8 പ്ലസ് ബി അല്ലെ. സോ നമുക്കറിയാം ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഈ ബേസിക്കലി നമ്മൾ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 45 വരെ എത്താം, അല്ലെങ്കിൽ പിന്നെ 54 വരെ അല്ല. കാരണം ഇത് മാക്സിമം 2 9ഉം കൂടെ ആക്കിയാൽ തന്നെ 18 കൂടുന്നുള്ളൂ. 18 വരെ ടെക്നിക്കലി പോകുന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ 45, 54 വരെ ആക്കാം. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെ വാല്യൂസ് ഇടാൻ പറ്റും? മീൻസ് 54 എന്ന് പറയുമ്പോൾ
സോ 45 എന്ന് പറയുമ്പോൾ നമ്മളൊരു 6 മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 54 എന്ന് പറയുമ്പോൾ നമ്മളൊരു 15ആണ്. മാക്സിമം നമ്മളൊരു 15 ആഡ് ചെയ്യും. ഇപ്പൊ കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം 6 ആഡ് ചെയ്യാനാണ് ഏതൊക്കെ രീതിയിൽ എടുക്കാം. 3 എടുക്കാം അല്ലെ, പിന്നെ 1 5 എടുക്കാം, 5 1 എടുക്കാം. ഇനി 15 കിട്ടണമെങ്കിൽ 7 8 എടുക്കാം. സോറി, 7 8 എടുക്കാൻ പറ്റത്തില്ല, 8 7, കാരണം ലാസ്റ്റ് ഡിജിറ്റ് ഓടായിരിക്കും. 8 7 എടുക്കാം. പിന്നെ 15 കിട്ടാൻ 6 9 എടുക്കും അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 5 കോമ്പിനേഷൻസ് അല്ലേ ഉള്ളൂ. അവർ പറയുന്നുണ്ട് ലാസ്റ്റ് ഡിജിറ്റ് ഓട് പോകണം. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്താൽ ഈ 5 പോസിബിലിറ്റീസ് കേട്ടോ. ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. 5 ആയിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, ഇതും കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് എടുത്തിട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തേക്കോ. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ദ നമ്പർ 3 raised to 521 is divisible by 8. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിമൈൻഡർ എത്രയാണ്? ചെക്ക് ചെയ്ത് നോക്കിയേക്കോ. ഓക്കെ, ആൻസർ വരുന്നുണ്ട് 3 അല്ലെ. നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. 3 കറക്റ്റ് അല്ലെ. അപ്പൊ ഇവരെ ജസ്റ്റ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം. 3 × 3 raised to 520 അല്ലെ. ഓക്കെ, സോ ഈ 3 raised to 520 ഒബ്വിയസ്ലി 8 ആയിട്ട് ഡിവിസിബിൾ ആണ്. സോ ബാക്കി ഒരു 3 വരുന്നുണ്ട്, അതായിരിക്കും നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരും കേട്ടോ. ആൻസർ കറക്റ്റ് ആണ്. 3 ആയിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇനിയിപ്പോ HCF LCM
ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ടോപ്പിക് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് HCF ആൻഡ് LCM ആണ്. ഇതില് നമുക്കറിയാം LCM എന്താണ് ഒരു ക്ലാരിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഡിവിഷൻ മെത്തേഡ് ഉണ്ട് അല്ലെ, അത് ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ HCF കാണാനുള്ള ഫോമാറ്റും അറിയാമായിരിക്കുമല്ലോ, അതും ശേഷം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അറിയാലോ, നമുക്കൊരു ഫ്രാക്ഷന്റെ HCF LCM ചോദിക്കുവാണെങ്കിൽ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ഫ്രാക്ഷന്റെ HCF ചോദിച്ച ഫോമുല ഉണ്ട്, HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. LCM ചോദിക്കുവാണെങ്കിൽ ന്യൂമറേറ്റർ ഓഫ് LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഇത്രേ ഉള്ളൂ. എന്താണോ ചോദിക്കുന്നത് അത് ന്യൂമറേറ്റർ കാണുക, ചോദിക്കാത്ത ഡിനോമിനേറ്റർ. പിന്നെ റിലേഷൻ ഉണ്ട്, HCF LCM രണ്ട് നമ്പേഴ്സ്, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും അവരെ LCMന്റെ HCFന്റെ പ്രോഡക്റ്റ് എന്താണ്, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഇസ് ദ ലാർജസ്റ്റ് 5-digit നമ്പർ which leaves remainder 7 when divided by 18 as well as 11? ഒന്ന് ചെക്ക് ചെയ്യാം സ്റ്റുഡൻസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 minutes എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്തോ, അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ സി. ഓക്കെ, കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക് പ്രോസസ്. എന്താ പറയുന്നത്, ഇപ്പം ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ നമ്പറാണ്. ഇത് 18 11 ആയിട്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഒബ്വിയസ്ലി ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ആവും അല്ലെ. ഇവരെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺഷ്യന്റ് 505 കിട്ടും അല്ലെ. റിമൈൻഡർ കിട്ടുന്നത് 9. റിമൈൻഡർ 9. ദാറ്റ് മീൻസ് ഇതിന്ന് 9 കുറച്ചാൽ ആ നമ്പർ ഡിവിസിബിൾ ആണ് അല്ലെ. ഈ പെർട്ടിക്കുലർ നമ്പർ ഡിവിസിബിൾ ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ ആയിട്ട് വരും. ഒബ്വിയസ്ലി ഈ നമ്പറിൽ 7 ആഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ ഓപ്ഷൻ സി തന്നെ കേട്ടോ. കറക്റ്റ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്താലോ. വെല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ.
ഓക്കെ. സോ ടു വരുന്നുണ്ട് അല്ലേ? അപ്രോക്സ് ഒരു രണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം, അറിയാലോ. ഈ ടൈപ്പിൽ ഇത്രേ ഉള്ളൂ. ഈ നമ്മുടെ മിനിറ്റ്സിന്റെ എൽ സി എം ഒന്ന് എടുക്കാം. എൽ സി എം നമുക്കൊരു ഇടും 15 × 105 സംതിങ് അങ്ങനെയാണ്ട് ഫ്ലെക്സ് വലിയിട്ടാണ് കിട്ടുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുതുവാണെങ്കിൽ 15 × 105. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഇവര് ടെക്നിക്കലി നമുക്ക് നോക്കേണ്ട ഓൾ ഓഫ് ദം റിംഗ് അറ്റ് 9. ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ഒരു മണിക്കൂറിൽ ഇവർ എത്ര പ്രാവശ്യം റിംഗ് അത് നമുക്ക് നോക്കാം. അല്ല, ഒരു മണിക്കൂറിൽ, കാരണം ഇതിപ്പോ മിനിറ്റില്ല, നമ്മൾ ഇതിനെ അവറിലോട്ട് ഒന്ന് ആക്കുവാണെങ്കിൽ ബൈ 60 ചെയ്താൽ മതി. അപ്പൊ ഇത് അപ്രോക്സ് എത്ര കിട്ടും? ഒരു 26 1/4 hours. ഇത്രയും മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഇവർ ഒരുമിച്ച് റിംഗ് ചെയ്യും, അല്ലെ? അപ്പൊ 72 മണിക്കൂറിൽ എത്ര പ്രാവശ്യം റിംഗ് ചെയ്യും അപ്രോക്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 72-നെ 26 1/4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 26 × 3 78. അപ്പൊ ഇത് അപ്രോക്സ് ഒരു 2 പോയിന്റ് സംതിങ്. അപ്പോൾ നമുക്ക് അപ്രോക്സ് ഒരു 2 എടുക്കും, ആണോ? ഏകദേശം 2 വട്ടം ഇവര് 72 മണിക്കൂറിൽ ഒരുമിച്ച് സാധിക്കും. ഓക്കെ. ആൻസർ അപ്രോക്സ്, എക്സാക്ട് അല്ല, അപ്രോക്സ് നമുക്ക് ഒരു 2 കൊടുക്കും. ഓക്കെ, കിട്ടിയോ? ചെക്ക് ചെയ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാമല്ലോ. ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ഇത് ഇപ്പത്തന്നെ സ്കിപ്പ് ചെയ്യും, ഇച്ചിരി കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ബാക്കി ക്വസ്റ്റ്യനിൽ നോക്കാം. ഓക്കെ, ഇതൊന്ന് ചെക്ക് ചെയ്ത്, വലിയ കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. 3 raised to 29 - 9 3 raised to 38 - 9 HCF ആണ്.
ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കിട്ടുന്നുണ്ടോ? ഓക്കെ, ആൻസർ വന്നത് ഓപ്ഷൻ ഡി. ഡി എന്ന് പറയുമ്പോൾ 3 raised to 11 മൈനസ്. ഓക്കെ, കറക്റ്റ് ആണ്. കിട്ടുന്നുണ്ടല്ലോ, ഡി ശരിയാണോ? നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ, ഇതൊന്ന് ചെക്ക് ചെയ്താലോ? എനിക്ക് ഫ്രാക്ഷന്റെ HCF ചോദിച്ചേക്കാം. 3/2, 9/7, 15/2. ഈ ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റുഡൻസ്. നമ്മൾ ഫോർമുല പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഫ്രാക്ഷന്റെ HCF ചോദിച്ചാൽ ന്യൂമറേറ്ററിന്റെ HCF കാണുക, ഡിനോമിനേറ്ററിന്റെ LCM. ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആൻസേഴ്സ് വരുന്നത് 3/2. കറക്റ്റ് അല്ലേ? ന്യൂമറേറ്ററിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണ്. LCM 14. ആൻസർ കറക്റ്റ്, 3/14. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ HCF ഓഫ് ടു നമ്പേഴ്സ് 12. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ നെവർ ബി സെൽസ്? രണ്ട് നമ്പേഴ്സിന്റെ HCF 12 ആണെങ്കിൽ ഇത് ഏത് ഒരിക്കലും LCM ആവത്തില്ല? ഓക്കെ, വന്നിട്ടുണ്ട്. 80 ശരിയാണല്ലോ. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇതിൽ നോക്കിയാൽ 36, 60, 24, 12ന്റെ ഫാക്ടേഴ്സ് 80 അല്ല. ഒരിക്കലും അത് എന്താവത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം, ചെക്ക് ചെയ്താലോ? ഓക്കെ, റെഫറൻസ്.
ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് കണ്ടീഷൻസ് ആണല്ലോ. LCM is of two numbers is 28 times the x. LCM ഞാൻ എക്സും എക്സിനെ വൈ ആയിട്ട് എടുക്കും. എക്സ് ഇസ് ഈക്വൽ ടു എന്താന്ന് പറയാം 28y. പിന്നെ അവരുടെ സം എത്രയാണ്? 147. അപ്പോ നോക്കി ഈ എക്സിന് ഒരു 28 വരെ ഇടുവാണെങ്കിൽ 29y ഈക്വൽ ടു 1740 കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 60 ആണ്. വൈ 60 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 168. എക്സും വൈയും കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഒരു നമ്പർ തന്നിട്ടുണ്ട്, സെക്കൻഡ് നമ്പർ വെച്ച്. ഇപ്പൊ ഒരു കൺസെപ്റ്റ് പഠിച്ചത് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ഇവരുടെ എൽസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയി. ഓക്കെ, അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഫോർ വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്ത ആൻസർ ഇവിടെ ഈ ഓപ്ഷൻ കിടക്കുക. ഓപ്ഷൻ ശരിയാണ്, 420 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫ്രാക്ഷൻസ് കൂടി നോക്കും. ഓക്കെ, റെക്കറിങ് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ഐഡിയ കാണും. ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താലോ. ഈ ഒരു റെക്കറിങ് ഡെസിമൽ നമ്മുടെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയാൽ എന്ത് കിട്ടുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ ആണോ, ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് ഇങ്ങനെ എത്ര ഉള്ളത് എനിക്ക് ഈ എത്ര നമ്പറാണ് റെക്കർ ചെയ്യുന്നത് അത്രയും 9 നമ്മൾ താഴെ എഴുതിയതാണ്. കണ്ടോ, 23/19. കാരണം 2 3 ആണ് റെക്കർ ചെയ്യുന്നത്. സോ എത്ര നമ്പേഴ്സ് റെക്കർ ചെയ്യുന്നത് അത്രയും 9 പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആൻസർ 23 ഓക്കെ, ഇതൊന്ന് ചെക്ക് ചെയ്യാം. 0.53. 53യുടെ മുകളിൽ ബാർ ഉണ്ട് കേട്ടോ, പ്ലസ് 0.53. ഇവർ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചത്.
ഓക്കെ, നമുക്കൊന്ന് ഒരു ആഡ് ചെയ്യാം, എത്ര ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ എഴുതില്ല, 0.53 5 ഒക്കെ എടുത്തേനെ. ഇവിടെ 3 മാത്രമേ ഇറക്കുള്ളൂ. ഒരു ആഡ് ചെയ്ത് നോക്കാം. 8 6 ഇവിടെ 1.068 വരും. ഓക്കെ, ഇതില് ഓക്കെ, ഇതിൽ റെക്കർ ചെയ്യാൻ പോകുന്ന ഏതൊക്കെയാണ്? അവസാനത്തെ രണ്ട് ഡിജിറ്റ് അല്ലെ. ആൻസർ ബി കറക്റ്റ്, ബി ശരിയാണ്. 1.068 ബാർ. 6ന്റെ 8ന്റെ മുകളിലെ ബാർ വരും അല്ലെ, കാരണം അവരാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഫ്രാക്ഷൻ ഇസ് ഇൻ അസെൻഡിങ് ഓർഡർ? ഏത് ഫ്രാക്ഷൻസ് അസെൻഡിങ് ഓർഡറിലാണ്? ചെറുതീന്ന് പറയും. ഓക്കെ, ഇത് ചെക്ക് ചെയ്തിട്ട് ശ്രമിക്കാം.
ഓക്കെ, അപ്പൊ ഇതില് അസെൻഡിങ് ഓർഡറിലുള്ളത് ഓപ്ഷൻ കേട്ടോ, ചെക്ക് ചെയ്താൽ മതി. ഫ്രാക്ഷൻ ആക്കി നോക്കിയാൽ മതി, വേറെ വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് വലിയ പ്രോസസ്സാണ്. ഡെസിമൽ എടുത്ത് നോക്കിയാൽ മതി. ഈ ഓപ്ഷൻ ഓക്കെയാണ്, ഈ ഓപ്ഷനാണ് അസെൻഡിങ് ഓർഡർ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ കേട്ടോ. ഓക്കെ, ഒരു ദിവസം കൂടി നോക്കിയേക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ, അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഏറ്റവും 3 ആഡ് ചെയ്തിട്ട് ഡെസിമലിലോട്ട് മാറ്റി നോക്കാം കേട്ടോ. മാറ്റി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ഫ്രാക്ഷനിലാണ് ഏറ്റവും ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയ 3 ടോപ്പിക്സ് അറിയാലോ. ഇത് നമ്പർ സിസ്റ്റം ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ബാക്കി ടോപ്പിക്സും ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. അതും കൂടി ഒന്ന് നോക്കിയായിരുന്നു, പ്രീവിയസ് ഇയറിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സെഷൻ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഷനിൽ പുതിയ ടോപ്പിക്സ് ഒന്ന് പോയിട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തേക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.